കൂൾ ഡ്രിങ്ക്സ്. അയ്യോ മോള് ഇത് കുടിക്കണ്ട, ഇത് കുടിക്ക്, ഇച്ചിരി കളർ വെക്കട്ടെ. കുടിച്ചോളൂ. കൂൾ ഡ്രിങ്ക്സ്, പെപ്സി, കൊക്കോകോള, ലിംക, കാലിഗ്ലാസ്, തംസ് അപ്പ്, കൂൾ ഡ്രിങ്ക്സ്. എന്തായി ചേര? ഞാൻ ആ ഹെഡ് കോൺസ്റ്റബിൾ പരമേശ്വരനെ ചെന്ന് കണ്ടു. ഇതുവരെ അബുവിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ അവർക്കല്ല അതിശയം. SP MLA ഗസ്റ്റ് ഹൗസിലുണ്ടെന്ന് അറിഞ്ഞത്. സാഹിബ് ഒന്ന് പോയി കണ്ടാലോ? ഏയ്, ഞാൻ ഓന്റെ അടുത്ത് പോയി കഞ്ചൊന്നുമില്ല. ജനങ്ങളെ നോക്കണ്ട MLA, നാട് കാക്കണ്ട SP കൂടെ രാജ്യത്തിന് ഒറ്റ കൊടുക്കാൻ കൂട്ടു നിൽക്കണമെന്നാ ഓൻ പറഞ്ഞത്. സംഗതി ശരിയായിരിക്കാം, പക്ഷെ നടുറോഡിലിട്ട് അവരെ തല്ലിയത് വലിയ ഭവിഷ്യത്തുണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. തൽക്കാലം അബുവിനെ എങ്ങോട്ടെങ്കിലും മാറ്റുന്നത് നല്ലത്. ഞങ്ങൾ അബുവിനോട് പറഞ്ഞതാ, ഐഷയുടെ കല്യാണമായിട്ട് പോകാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നത്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കല്യാണപ്പന്തൽ വന്ന് അവരവനെ പിടിച്ചോണ്ട് പോയാൽ അതിലും വിഷമാവില്ലേ? എന്നാ ഈ എന്നെ പോയി അവനോടൊന്ന് പറ. ദേവാരൂട്ടി താൻ എന്നെ ചുണ്ടുപിടിപ്പിക്കരുത്. അവന്മാരാരാണെന്ന് തനിക്കറിയോ? 2 ദിവസത്തിനകം പട്ടാളം നേരിട്ട് വന്ന് SP തൂക്കിയെടുത്തുകൊണ്ട് പോകുമ്പോൾ അറിയും അബു ചെയ്ത നല്ല കാര്യം എന്തായിരുന്നു. ആ 2 ദിവസത്തേക്ക് താൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്നാ എന്റെ സാഹിബിന്റെ അഭിപ്രായം. ശേഖരമ്മാമ എന്ത് വർത്തമാനായി പറയുന്നത്? എന്റെ ആയിഷമോളുടെ നിക്കാഹിന് ഞാനിവിടെ വേണ്ടെന്നോ? അത് ഈ തെമ്മാടികളെ പേടിച്ച്? തെമ്മാടികളായതുകൊണ്ടാണ് സൂക്ഷിക്കേണ്ടത്. നിയമവും അധികാരമൊക്കെ അവരുടെ കയ്യില. എന്ത് ചെയ്യാൻ മടി കാണിക്കല? നിക്കാഹിനെക്കാളും വലുതാണ് എനിക്ക് നിക്ക. രാത്രിയിലെങ്ങാനും വല്ല പോലീസും വന്ന് നിക്കാനെ പിടിച്ചോണ്ട് പോയാ ഞാൻ പിന്നെ നിക്കാഹിന് സമ്മതിക്കില്ല. ചേട്ടാ, ഇത് വലിയ പുലിവാലായല്ലോ. നീ കരയാതെ. രാത്രി ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം, എന്നിട്ട് രാവിലെ നിക്കാഹിന് മുമ്പ് എത്തിക്കോളാം. എന്താ, സമാധാനായോ? ഞാനൊന്ന് അമ്പലം വരെ പോവുക. ഇന്ന് ആറാട്ടല്ലേ? മോള് വരുന്നില്ലേ? കൊടിയേറ്റ് കണ്ട കൊടിയിറക്കും കാണുന്ന. എന്നാ ആയിഷയും കൂടി വാ. ഞാൻ വരുന്നില്ല, ചേച്ചി പോയിക്കോ. എല്ലാ ആറാട്ടിനും നീ വരുന്നതല്ലേ, ഇന്നും മുടക്കണ്ട. ഇത് നിന്റെ അവസാനത്തെ ഉത്സവം കാണാനാണ്. ആ കുണ്ടോട്ടിക്കാരൻ കല്യാണം കഴിച്ചോണ്ട് പോയാൽ പിന്നെ ഉത്സവം ഉണ്ടാവില്ല, ആറാട്ടം ഉണ്ടാവില്ല. ചെല്ല് ചെല്ല്. പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ലെന്നേ, നിങ്ങൾ വേഗം അമ്പലത്തിലേക്ക്. ശരി, വാ കുട്ടികളെ. കർത്താവ്, ഇത് എവിടെ നിന്നാണ് വല്ലാത്തൊരു സൈറൻ? ഇന്നല്ല, വാഴക്കൊലയ്ക്ക് ഗ്യാസ് ട്രബിളോ? ഇതല്ല. എന്താടാ അവിടെ ഒരു സൗണ്ട്? ഇത് എവിടെ നിന്നൊരു പിടിയും കിട്ടുന്നില്ല. എന്റെ പാറേ മാതാവേ, മസാല കൂട്ട് വാങ്ങിച്ചപ്പോ ഒരു സെൽഫോൺ ഫ്രീ. നീ ഏതെങ്കിലും ഉണ്ടെന്നേ, ദവന്മാരതായിരിക്കും. എന്താ എന്തേ നീ? ഇതാരിന്റെയാണ് ഫോണ്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബ? 9:30 ഇത് പൊട്ടും. ഏതോ സപ്പറിന്റെ മെസ്സേജാ. MLA മുഹമ്മദ് കുട്ടി. ഈ നേരാണ് ഈ പറയണത്? ആയിരിക്കും. ഒന്നിനും മടിക്കാത്ത ദുഷ്ടക്കൂട്ടങ്ങൾ അവര്. എങ്ങോട്ടാണ് നീ ഓടുന്നത്? അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 9:30 മണിക്ക് അത് പൊട്ടിത്തെറിക്കും. നീ അതും പറ്റിച്ചോ? കോപ്പേ, ഈ ഫോണിൽ പറഞ്ഞാ തന്റെ കുട്ടി സാഹിബിന്റെ ഫോണോ ഇത്? എന്തെന്ന് സെർച്ച് ചെയ്യാനാണ്ടോ? അമ്പലപ്പറമ്പിൽ മനുഷ്യന്മാര് ബന്ധു ബെണ്ണിരാകാൻ പോണ്. അന്ന ബൈലെടുത്ത് അച്ഛൻ എന്റെ മോനെ വേണേ ഈ കൊണ്ടുവയ്ക്കോ. അതിനു മുമ്പ് ആ ബോംബ് പൊട്ടാണ്ടിരിക്കുന്ന ബൈ നോക്കിയെങ്ങായി. പുല്ലേ, ബോംബും വെടിയൊക്കെ പൊട്ടു നോക്കാൻ അവിടെ പോലീസുകാരുണ്ട്. താനും മോനും കൂടി വലിയ ഏമാൻ കളിയൊന്നും വേണ്ട. ഇയാളെ പിടിച്ച് ജീപ്പിൽ കയറ്റോ. എന്തിന്? എന്താ എന്റെ പേരിലെ കേസ്? കേസ് അറിഞ്ഞാൽ താൻ ജീപ്പിൽ കയറത്തോളല്ലയോ? അത്രേ ഉള്ളൂ. അല്ലാതെ എനക്ക് ധൈര്യം ഉണ്ടെ കൊണ്ടുപോ, കാണട്ടെ. ധൈര്യം ഞാൻ കാണിക്കുകയാണ്. പുല്ലേ കിട്ടി. AK-47 എടോ പരട്ട കിളവാ. ഇപ്പം മനസ്സിലായോ ഈ നാട്ടിലെ ആയുധ കള്ളക്കടത്തുകാരൻ ആരാണെന്ന്? ഇപ്പം മനസ്സിലായോ അമ്പലത്തിൽ ബോംബ് വെച്ചാരാണെന്ന്? പാപ്പായും മോനും വലിയ കോപ്പാണെന്ന് പറയുന്ന നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ ഇവന്മാർ ആരാണെന്ന്? ഈ നാട്ടിലെ മുഴുവൻ വർഗീയതകളെ ഉണ്ടാക്കുന്ന ഇയാളെ മോനാ. പട്ടാളത്തിൽ സുബേദാറാണ് വാഴയ്ക്കാന്ന് പറഞ്ഞ് നടന്നിട്ടേ പാകിസ്ഥാന് വേണ്ടി തോക്ക് കടത്തല അവന്റെ പണി. ഇത് ചതിയാണ്.
മണി 9:20. 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. ആൾക്കാരോട് പുറത്തേക്ക് പോയിക്കൊള്ളാൻ പറയൂ. ശരി. അല്ല, ഉത്സവ കമ്മിറ്റി ഓഫീസ് കാണും. സ്വാമി ഇവിടെ തന്നെ ഉണ്ടാകണം. കല്യാണത്തിന്റെ തലേന്ന് തന്നെ വേണമായിരുന്നോ ഈ അടിയുമ്പോഴോ? ഒരു കാര്യം ചെയ്യും, അബുവിനോട് എന്റെ വീടോട്ട് വരാൻ പറ. അവിടെ ആകുമ്പോൾ ആരും സംശയിക്കില്ല. വേണ്ട, സാഹിബ് ഇപ്പൊ അയാളെ വേണമെങ്കിൽ മാറ്റിയിട്ടുണ്ടാവും. അബു വരുന്നു. ഡോക്ടർ, അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാവരോടും മാറിക്കൊള്ളാൻ പറ. ബോംബോ? ഞാൻ പറയുന്നത് സത്യമാണ്. ശേഖരമാമേ, ആയിഷാദ്രൊക്കെ എവിടെ? അയ്യോ എന്റെ ഭഗവതി! ആനക്കുട്ടിലും ചുറ്റമ്പലത്തിന് ബോംബുണ്ട്. എല്ലാരും ഓടിക്കോ, എല്ലാരും ഓടിക്കോ, ബോംബ് വെച്ചിട്ടുണ്ടേ. സ്വാമി, ആനക്കുട്ടിലും ചുറ്റമ്പലത്തിലും ബോംബ് വെച്ചിട്ടുണ്ട്, ആൾക്കാരോട് ഓടി മാറാൻ പറ. ഞാൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? ക്ഷേത്രത്തിനകത്ത് ബോംബോ? തനിക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്തല്ല, ഞാൻ പറയുന്നത് സത്യമാണ്. ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാരും ഓടിക്കോ. അടച്ചെന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് വിശ്വസിക്കുക. പടച്ചോനല്ല, ഇവിടെ ഭഗവതിയാ. ഒരു മുസൽമാനായ താൻ ഈ ക്ഷേത്രത്തിൽ ഉത്സവം മുടക്കാമെന്നാണല്ലേ? ഇവനെ അകത്തേക്ക് വിടരുത്. നിങ്ങൾ എന്നെ വേണ്ടി പാവങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞില്ല. ബോംബൂട്ടി എല്ലാം അങ്ങനത്തെ ആനക്കുട്ടിൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ മാറി നിൽക്കാൻ പറ. ചെല്ല്, ഓട്. അമ്പലത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്, എല്ലാവരും ഓടി രക്ഷപ്പെട്ടോ. ഓടി രക്ഷപ്പെടാം. ആകയാൽ തളിയൂർ ദേവി ക്ഷേത്രത്തിൽ നടന്ന ബോംബ് സ്ഫോടനവും തുടർന്നുണ്ടായ വർഗീയ കലാപങ്ങളും 1-ാം പ്രതി തട്ടാൻ കൊല്ലിയിൽ TM അബൂബക്കർ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. പാകിസ്ഥാൻ തീവ്രവാദ സംഘടനകളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ തകർക്കാൻ മനുഷ്യത്വരഹിതമായ നരഹത്യകൾ ആസൂത്രണം ചെയ്ത പ്രതിയെ പ്രോസിക്യൂഷൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മരണം വരെ തൂക്കാൻ ഈ കോടതി വിധിക്കുന്നു. വിധി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അബൂക്ക, എന്നോട് ക്ഷമിക്കണം. ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. എല്ലാരും പറഞ്ഞു വരുത്തിയത് ഞാനും വിശ്വസിച്ചു. അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു പോയി. പൊറുക്കണം. സാരമല്ല രവി, നിന്റെ സ്ഥാനത്ത് ആരായാലും അത് തന്നെ ചെയ്യും. അബൂബക്കർ നിരപരാധിയാണെന്ന് വിശ്വസിക്കാൻ ഇവരെ പോലെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നും. അവരുടെ കൂട്ടത്തിൽ ഇപ്പൊ നീ ഒരാൾ കൂടി. സന്തോഷം. പക്ഷെ അതുകൊണ്ടായില്ല. ദാദാ സാഹിബിനെയും മകനെയും രാജ്യദ്രോഹികളെന്ന് വിളിച്ച ലോകം അത് തിരുത്തി പറയുന്ന ഒരു ദിവസം. അതാണ് എന്റെ ലക്ഷ്യം. അബുവിന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിന് തന്നെയാണ് ഈശ്വരൻ നിനക്ക് ജീവൻ തിരികെ തന്നത്. പക്ഷേ അന്റെ എതിരാളികൾ ചില്ലറക്കാരല്ല. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഞമ്മളെ നിയമത്തിനെ കാറ്റി പറത്തിയും കണ്ട് സത്യമായ എല്ലാ തെളിവുകളും നമ്മൾ നിർത്തിയിട്ടും അതിനെ എല്ലാം പിച്ചി ചീന്തി കളഞ്ഞിട്ട് അന്നെ തൂക്കിലേറ്റിയ ഓല് ഇപ്പൊ പണ്ടത്തെക്കാളും കരുത്തന്മാരാണ്. നാട്ടിന് ഒറ്റയ്ക്കൊടുത്ത പൈസ കൊണ്ട് മുഹമ്മദ് കുട്ടി പുതിയ പാർട്ടി ഉണ്ടാക്കി ഓൻ അതിന്റെ നേതാവുമായി. സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യമുള്ള മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകളെ പോലും ജാതിന്റെയും മതത്തിന്റെയും പേരിൽ ഓൻ വൈതെറ്റിക്കാണ്. ഇസ്ലാമിന് നിരക്കാത്ത ഇക്കണ്ട പണികൾ മുഴുവനും ചെയ്തിട്ടും ഓൻ നാളെ ആഭ്യന്തരമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണ്. നിസ്വാർത്ഥ ഭക്തനായി ചമഞ്ഞ് ശങ്കരമഠത്തിൽ കടന്നുകൂടിയ മറ്റൊരു കള്ളനാണ് ആത്മസ്വരൂപൻ. ഹിന്ദു സംസ്കാരത്തെ സംരക്ഷിക്കേണ്ട അയാൾ ഹിന്ദുസ്ഥാനെ ഒറ്റുകൊടുത്ത് കോടീശ്വരനായിരിക്കുന്നു. അറിയാം ഡോക്ടർ, എല്ലാം അറിയാം. ആത്മസ്വരൂപനേക്കാൾ അപകടകാരിയാണ് IG സ്കറിയ സക്കറിയ. മുഹമ്മദ് കുട്ടീനെ ഐജിനെയും സാമീനെയും മാത്രം ശിക്ഷിച്ചുകൊണ്ട് എന്റെ കടമ തീരൂല മോനെ. ദാദാ സാഹിബിന്റെ മോനെ ഈ നാട്ടിനോടൊരു കടമുണ്ട്. അത് നിറവേറ്റണമെങ്കിൽ ഓലേക്ക് മോളിൽ ഒരുത്തനുണ്ട്, സപ്പർ. ഓനെയ്യെ പിടിക്കണം. സപ്പർ ഇന്ത്യയെ ഒറ്റക്കൊടുക്കുന്ന പ്രധാന ഏജന്റ്. ഇനിയൊരിക്കൽ മരണം വരെ തൂക്കിലേറേണ്ടി വന്നാലും സപ്പറിന്റെ അന്ത്യം ഞാൻ കുറിച്ചിരിക്കും.